ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയാലോ. ഞാനിത് ഫേസ് വാഷൊക്കെ ചെയ്ത് ടോണറൊക്കെ അപ്ലൈ ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാൻ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ നയാസിനമൈഡ് റേഞ്ചാണ്. കണ്ടോ, ടോണർ നിങ്ങൾക്ക് കാണാമല്ലോ, റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ്. എന്താ, ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് സെറവാണ്. സെറവും പ്ലമ്മിൻ്റെ സെയിം റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് സെറവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 10% നയാസിനമൈഡാണ്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. സ്കിൻ കെയർ ഇത്രയും ചെയ്തിട്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സെറം എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് എന്ത് ചെയ്താലും കഴുത്തിലോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പലപ്പോഴും മറന്നു പോവും. ഓർക്കുന്ന സമയത്ത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫേസും നമ്മുടെ നെക്കും എപ്പോഴും വേറെ വേറെ ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ മേക്കപ്പ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ നെക്ക് ഒഴിവാക്കാൻ പാടില്ല. ഇപ്പോൾ സെറം എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സെറം ഡ്രൈ ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് സെറം ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ലിപ് ബാം ഇടാം. ഞാൻ യൂസ് ചെയ്യുന്നത് മെലാലുമിൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ബ്രാൻഡാണ് കേട്ടോ. അതിൻ്റെ ലിപ് ബാമാണ്. ലിപ്പിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളി ലിപ് ബാമാണിത്. നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ നല്ലോണം കുറഞ്ഞു വരും. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ ഇയർ ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ലിപ് ബാം ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ പർപ്പിളിലൊക്കെ ഓഫുള്ള സമയം നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും കേട്ടോ. അല്ലാണ്ട് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവുന്നുണ്ട് ഓരോ പ്രോഡക്റ്റിനും. അപ്പം നല്ലൊരു ലിപ് ബാമാണിത്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ, സെയിം നയാസിനമൈഡ് റേഞ്ച് തന്നെ, പ്ലമ്മിൻ്റെ. ഇതൊരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, എന്നാലും എനിക്ക് ഈ മോയ്സ്ചറൈസർ ഓക്കെയാണ്. സാധാരണ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ജെൽ മോയ്സ്ചറൈസർ പറ്റാറില്ല, ക്രീം ബേസ്ഡ് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതെന്തോ നയാസിനമൈഡും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മോയ്സ്ചറൈസർ നമ്മൾ ഫേസിലും നെക്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് നല്ലോണം ഡാർക്ക് സർക്കിളും നല്ലോണം ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഉള്ള ഒരാളാണ് ഞാൻ. പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വർക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരിക കേട്ടോ. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിളും പിഗ്മെൻറ്റേഷൻ കണ്ട് എൻ്റെ ലിപ്പിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതേ ഫേസിൽ പ്രോബ്ലംസ് ഉള്ളവർ നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ സൺസ്ക്രീനാണ്. ഇപ്പോഴത്തെ സമ്മർ സീസണിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാധനമാണ് സൺസ്ക്രീൻ. എല്ലാവരും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിലും നല്ലോണം സൺടാനൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. നയാസിനമൈഡ് ഉള്ളത് തന്നെ, വൈറ്റ് കാസ്റ്റ് ഒന്നും ഒട്ടുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഫേസിലിട്ട് കഴിയുമ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഫീലൊന്നുമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തന്നെ ഒരു സൺസ്ക്രീനാണ്. ഇതാ ഞാൻ യൂസ് ചെയ്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഓഫുള്ള സമയം നോക്കിയിരിക്കുകയാണ് വാങ്ങാനായിട്ട്. പർപ്പിളിലൊക്കെ എപ്പോഴും തന്നെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പ്ലമ്മിൻ്റെ പ്രോഡക്ട്സിനൊക്കെ എപ്പോഴും തന്നെ ഡിസ്കൗണ്ട് ഉണ്ട്. സൺസ്ക്രീൻ കുറേ വാരി തേക്കണം എന്നാണ്, പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്യാറില്ല. സാധാ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ കുറച്ച് തേക്കും, അത്ര തന്നെ. സൺസ്ക്രീനും എഗെയിൻ നെക്കിൽ മറക്കാണ്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ എവിടെയൊക്കെയാണോ നമ്മുടെ ബോഡി എക്സ്പോസ് ചെയ്യുന്നത് അവിടെയെല്ലാം നമ്മൾ സൺസ്ക്രീൻ തേക്കണം കേട്ടോ. കയ്യിലും ഒക്കെ തേക്കുക. പിന്നെ കയ്യിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീനുണ്ട്. നമുക്ക് ഈ വാസ്ലിൻ്റെയൊക്കെ സൺസ്ക്രീൻ നല്ലതാണ്. വിഷ് കെയറിൻ്റെ ബോഡി സൺസ്ക്രീനുണ്ട്. അതിനൊക്കെ ഇത്ര റേറ്റ് വരില്ല. നമ്മൾക്ക് ബോഡിയിൽ തേക്കാനായിട്ട് നല്ല റേറ്റുള്ള സൺസ്ക്രീൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് ഫേസിലാകുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി. പക്ഷേങ്കിൽ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സൺസ്ക്രീനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഇപ്പോൾ കുറച്ച് സ്കിൻ ഇത്തിരി ബെറ്റർ ആയില്ലേ കാണാനായിട്ട്. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഫേസ് വാഷിൻ്റെ റേറ്റ് വരുന്നത് 299 ആണ്. അടുത്തത് സെറത്തിന് 349 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ടോണറിന് വരുന്നത് 440 ആണ്. ഈ ടോണറൊക്കെ നമുക്ക് കുറേ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അടുത്തത് വരുന്നത് സൺസ്ക്രീനിന് 399 ആണ് റേറ്റ്. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറിന് വരുന്നത് 525 ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ലിപ് ബാമിന് വരുന്നത് 350 ആണ്. ലിപ് ബാം നമുക്ക് എല്ലാ ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല, മെഡിക്കൽ സ്റ്റോറുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.